കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിലോട്ട് പോയതാണ്. ബീച്ചിലോട്ട് പോയ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും 1:30-1:45 ഇടയിലായിരിക്കട്ടെ. 1:30-1:45 വരെ നമുക്ക് വീഡിയോ ഇടാനുള്ള ടൈമായിട്ട് കാണണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കോഴിക്കോട് ബീച്ചിലോട്ട് പോയതാണ്. അപ്പം ഇതേ കുറേ കച്ചവടക്കാരും അവരും ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പിലും ബാക്കിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനും നാത്തൂൻ്റെ മക്കളും എല്ലാവരും കൂടി പോയത്. ഞാനും എൻ്റെ നാത്തൂൻ്റെ മക്കളെല്ലാവരും കൂടിയാണ് ബീച്ചിലോട്ട് പോയത്. റിൻഷമോളാണ് ഇതിൽ പുതിയൊരു താരട്ട. റിൻഷമോളും തന്നെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉൾക്കും ചാനലൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കോഴിക്കോട് കടപ്പുറത്ത് പോയപ്പോൾ ടീനേജിലുള്ള ഒരു 3 കച്ചവടക്കാരെ കണ്ടിട്ട് 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുന്നേ. അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് ചായയും കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ കച്ചവടം ചെയ്ത് നിൽക്കുന്നുട്ടാ. നല്ല ചെറുപ്രായക്കാർ പെൺകുട്ടികൾ ഇതിനൊക്കെ തയ്യാറാകുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. വൈബ് എന്നല്ല, അവരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ നോക്കുന്നത്. കുട്ടികൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് അവര് എന്താ ബെല്ലടിക്കണ കേട്ടില്ലേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇടയിൽ കൂടെ എനിക്കൊരു കൊറിയർ വന്നിട്ടാ. കൊറിയർ വന്നപ്പോൾ അവിടെ വെച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എഡിറ്റിങ് നിർത്തിയിട്ട് വന്നതാണ്. ബെല്ലടിക്കണ കേട്ടില്ല നിങ്ങൾ? അപ്പോൾ ഇതാണ് കേട്ടോ കൊറിയർ. വെസ്റ്റീജിൽ നിന്നൊരു പിന്നെ കൊറിയർ ബോക്സ് വന്നതാണ്. അപ്പോൾ അതേ അതിനിടയിൽ ഡിസ്റ്റർബ് ആയത് ഇതുകൊണ്ടാട്ടോ. അപ്പോൾ അതേ കൊറിയർ ബോക്സ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് ബാക്കി എഡിറ്റിങ് കൂടി കഴിക്കണേ. നമ്മൾ എത്ര എങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്താലും നമുക്ക് വ്യൂസ് ഒന്നും കുറവട്ടാ. എന്തായാലും എല്ലാവരും സഹകരിച്ച് വ്യൂസൊക്കെ ഉണ്ടാക്കി തരണേ. ഇതാ എത്ര ഞാൻ വീഡിയോസ് എങ്ങനെ ഇട്ടാലും വ്യൂസ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാവോ വ്യൂസ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താ എനിക്കറിയൂല. ഏതായാലും ഞങ്ങൾ കോഴിക്കോട്ടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവണേ. ഇപ്പൊ ഇവിടെ ഇതേ കടപ്പുറത്തെ കാറ്റും കടപ്പുറത്തെ തിരമാലകളും എരമ്പി അടിക്കണതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ. പിന്നെ ഇതേ റിഷാനാണ് കേട്ടാ ഇത്. അവനിങ്ങനെ കാഴ്ച കണ്ട് നടക്കുകയാണ്. കോഫി, ഐസ്. പിന്നെ ഞങ്ങൾ ചെന്നേമ്പാട് വിശന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെന്നേമ്പാട് ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങിച്ച് കഴിച്ചിട്ടാ. പിന്നെ ഇതേ റിഷാനേ ഗ്രീൻ പീസാ കഴിക്കണത് കേട്ടാ. കല്ലുമ്മക്കായ എല്ലാവരും ഓരോ പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ച് റിഷാന് ഗ്രീൻ പീസ് അയച്ച്, കുറച്ച് ആൾക്കാരൊക്കെ ഗ്രീൻ പീസ് അയച്ച്, പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മുളകിട്ടത്. കടപ്പുറത്ത് അങ്ങോട്ട് ചെല്ലണ്ടേ, തിന്നണ സാധനത്തിൻ്റെ കട്ട പോകല്ലേ എല്ലാം കൂടി. ചായക്കടയിലും എല്ലായിടത്തും തിരക്ക്. അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഞങ്ങളിതാ കടപ്പുറത്തുനിന്ന് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ യൂണിക് ഹോട്ടലിൽ കയറിയിട്ടാണ്. അപ്പോൾ കടപ്പുറത്തത്തെ കാഴ്ച ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. ഇതേ ഞങ്ങൾ യൂണിക് ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഫുഡ് വന്നിട്ടാ. പൊറാട്ടയും ഞങ്ങൾ ബട്ടർ ചിക്കൻ, കുട്ടികൾക്കൊക്കെ പൊറാട്ട മതിയായിരുന്നു. അപ്പം ഞങ്ങൾ ബട്ടർ ചിക്കനും പൊറാട്ടയും കൂടി ഓർഡർ ചെയ്ത് ചിഞ്ചുമ്മ പൊറാട്ട ഒക്കെ എടുത്ത് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിഞ്ചുമ്മ പൊറാട്ട എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പൊറാട്ട കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടർ ചിക്കനൊക്കെ ടേസ്റ്റ് ഉണ്ട്. ന്യൂലിക്കിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് കയറുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട്. കുട്ടികളൊന്നും എല്ലാം കഴിച്ചില്ല. ഓല് ഉപ്പിലിട്ടത് അത് ഇതൊക്കെ തിന്നതുകൊണ്ട് ഓരോന്നും കഴിച്ചില്ല. ഞങ്ങളൊക്കെ എല്ലാം കഴിച്ചില്ല. നല്ല വിശന്ന നേരമാണ്. പിന്നെ ഞങ്ങൾ കുറേ തെണ്ടി തിരിഞ്ഞ് കുഴങ്ങി ക്ഷീണം പിടിച്ച നേരത്തല്ലേ. അത്യാവശ്യം കഴിച്ചിരിക്കണം കേട്ടോ. പൊറാട്ടയെന്നൊന്നും നോക്കിയില്ല കുഴങ്ങിയ നേരത്തെ. അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.